ഏതാണ്ട് 12 വർഷം എടുത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിന് നീതി ലഭിക്കുവാനായിട്ട്. ഇരുമ്പ് പൈപ്പ് വെച്ച് ആദ്യം അടിച്ചു, നമ്മൾ കൈ തടയുന്ന സമയത്ത് പിന്നെ വാളുകൊണ്ട് വെട്ടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഇടത്തെ കൈ മുഴുവനായി ഒടിഞ്ഞു മാറി. ഈ 2013 ജൂലൈ 12 വരെ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ 26ഓളം കേസുകളിൽ ഞാൻ പ്രതിയായി. ഒത്തുതീർപ്പാക്കി സെറ്റിൽ ചെയ്യാനും പല പ്രലോഭനങ്ങളും പല ഓഫറുകളും എനിക്ക് വന്നിരുന്നു. കയ്യൂക്കിൻ്റെ ബലത്തിൽ പാർട്ടിയുടെ തണലിൽ ആരെയും എന്തും ഏതാരും കൊലയും ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കാം എന്നുള്ള ഒരു കാര്യത്തിന് താക്കീതാണത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവായ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദിനേശ് മംഗലശ്ശേരിയാണ്. നമസ്കാരം. ദിനേശ് മംഗലശ്ശേരി ഈയിടെ വാർത്തകൾ നിറഞ്ഞത് അദ്ദേഹത്തെ ആക്രമിച്ച CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള 11 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ കൂടിയാണ്. ആ കോടതി വിധിയെക്കുറിച്ച് ആദ്യം ഒന്ന് പറയും. കൊട്ടാരക്കര സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആ കേസിൽ ഉൾപ്പെട്ട 11 പേരെയും മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള 11 പേർക്കും കോടതി 5 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അവരെല്ലാം സെൻട്രൽ പ്രസിഡന്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കേസ് നടന്നത് 2013 ജൂലൈ 12. ഇത്രയും വർഷമെടുത്തു കേസ്. ഏതാണ്ട് 12 വർഷം എടുത്തു നമുക്ക് ഈ ഒരു കാര്യത്തിന് നീതി ലഭിക്കുവാനായിട്ട്. ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയും. ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനും കേന്ദ്രമന്ത്രിയായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അന്നത്തെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ശ്രീ പ്രതാപവർമ്മ തമ്മാൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ പ്രകടനം നമ്മുടെ ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്നെ പാർട്ടി ഓഫീസിലെ ചന്തമുക്കിൽ നിന്നും പുലമൺ ജംഗ്ഷനിലേക്ക് കൊട്ടാരക്കര വരുന്ന യാത്രയ്ക്ക് ഈ പ്രകടനം നടന്നു വരികയും ഈ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിനടുത്താണ് കൊട്ടാരക്കര. ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അതിരൂക്ഷമായ കല്ലേറുണ്ടായി. അങ്ങനെ ആൾക്കാരെല്ലാം ചിതറി ഓടി. ജാഥ തീരുന്നതിന് മുന്നേ വഴിയിൽ വെച്ച് അതിരൂക്ഷമായ കല്ലേറുണ്ടായി, ആക്രമണമുണ്ടായി, ആൾക്ക് ചിതറി ഓടി. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പോഴത്തേക്ക് പോലീസ് എത്തി. കോൺഗ്രസ്സുകാരെ എല്ലാം, കാരണം ആരും അങ്ങനെ അക്രമത്തിനുള്ള ആൾക്കാരല്ലല്ലോ, എല്ലാവരും മാറ്റി പഴയ ലോട്ടസ് റോഡ്, പഴയ ഈ കൊല്ലം ചങ്കോട്ട റോഡെന്ന് പറയും, ഇത് QS റോഡിലാണ് സംഭവം തുടങ്ങുന്നത്. ഞങ്ങളെല്ലാം പഴയ കൊല്ലം ചങ്കോട്ട റോഡിലോട്ട് മാറ്റി. അപ്പം പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ വരുമ്പോഴാണ് അക്രമാസക്തരായ ഒരു വലിയ പിന്നെ LDYFൻ്റെ അവരുടെ യൂത്ത് LDFൻ്റെ CPMൻ്റെ യുവജന വിഭാഗങ്ങളുടെ RSPയുടെ അതായത് AYF, DYFI, RYF ഉൾപ്പെടെ അന്ന് അതിലായിരുന്നല്ലോ തന്നെ CPMൻ്റെ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം ഈ പഴയ കൊല്ലം ചങ്കോട്ട റോഡിൽ വളഞ്ഞു വന്ന് എന്നെ ആക്രമിച്ചത്. ആദ്യം കല്ലേറ്, അത് കഴിഞ്ഞ് ആദ്യം അതിരൂക്ഷമായ കല്ലേറ് കൊണ്ട് പലരും നിലത്ത് വീണു, പലരും ഓടി മാറുകയൊക്കെ ചെയ്യുന്നു. ഒന്നിനെ വളഞ്ഞിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അതായത് പുറമേ തന്നെ ഈ ഇരുമ്പ് പൈപ്പ് വെച്ച് ആദ്യം അടിച്ചു, നമ്മൾ കൈ തടയുന്ന സമയത്ത് പിന്നെ വാളുകൊണ്ട് വെട്ടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഇടത്തെ കൈ മുഴുവനായി ഒടിഞ്ഞു മാറി, കമ്പി കിടക്കാണ് ഇപ്പോഴും. അപ്പോൾ ദിനേശിനെ മാത്രമാണ് അവർ ഒറ്റ തിരിഞ്ഞ് ബാക്കി ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞത്, ബാക്കി അവർ വളഞ്ഞു വെച്ച് ആക്രമിക്കുമായിരുന്നു. ബാക്കിയുള്ളവർക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും ക്രൂരമായ രീതിയിൽ ആക്രമണം നടന്നത് ദിനേശിന് നേരെ. എൻ്റെ കൈക്ക് മൊത്തം 3 സ്ഥലങ്ങളിൽ, കൈയുടെ 3 ഭാഗങ്ങളിൽ പൊട്ടലുണ്ടായി. തലയ്ക്ക് അതിഗുരുതര വെട്ടേറ്റ് മുറിവായിരുന്നു. ബ്ലഡൊക്കെ വന്ന് പെട്ടെന്ന് 2-3 ദിവസത്തോളം എനിക്ക് പിന്നെ നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ബാധിച്ചിരുന്നു. കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ ഭാഗം വരെ വെട്ടേറ്റിട്ടുണ്ട്. അതിരൂക്ഷമായിരുന്നു. ദിവസങ്ങളോളം ഹോസ്പിറ്റലായിരുന്നു. അതിന് പോലീസ് FIR എടുത്തു. അതിൻ്റെ അന്തിമ വിധി എത്തിയപ്പോഴത്തേക്ക് 12 വർഷമാകുന്നു. അപ്പോൾ ഈ 2013 ഈ സംഭവം നടക്കുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നു, പിണറായി സർക്കാർ വരുന്നു. പിന്നീട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കേസ്? അതിനുശേഷം അന്ന് ഈ 2013 ജൂലൈ 12 വരെ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ 26ഓളം കേസുകളിൽ ഞാൻ പ്രതിയായി. എല്ലാ കേസുകളും ഞാൻ 6-7 കേസുകൾ ഞാൻ സുപ്രീം കോടതിയിൽ പോയാണ് എനിക്ക് അതിൽ നിന്ന് റിലീഫ് ഉണ്ടായത്. എല്ലാ കേസുകളും എന്നെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. കേസെല്ലാം കള്ളക്കേസാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിരൂക്ഷമായ അന്നത്തെ കൊല്ലം റൂറൽ പോലീസ് ചീഫിനെ അതിരൂക്ഷമായ കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം കള്ളക്കേസുകൾ
ഉണ്ടാകരുതെന്നും ഒരു വ്യക്തി ഇങ്ങനെ ക്രൂരമായി ക്രൂശിക്കരുതെന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏറെക്കുറെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ ഞാൻ എനിക്ക് വീട്ടിലൊന്നും കയറാനൊക്കാതെ ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. കാരണം പോലീസിനെ പേടിച്ചും അറസ്റ്റ് ഭയന്നും വീട്ടിൽ അടിക്കടി റെയ്ഡ് എനിക്കൊരു തോക്കുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സേഫ്റ്റിക്ക് ഉമ്മേസക്കാർ സമയത്ത് തോക്ക് അനുവദിച്ചിരുന്നു. അത് ഈ ഗവൺമെൻറ് വന്ന അന്നത്തെ 2016 ആദ്യം ചെയ്ത് ഗൺ ലൈസൻസ് കട്ട് ചെയ്യുമായിരുന്നു. കാരണം സൂചിപ്പിച്ചിരുന്നു. കാരണം ഞാൻ ഈ കേസുകൾ ഓരോരോ കേസുകൾ എന്നെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ക്രിമിനൽ കേസിലെ പ്രതിക്ക് തോക്ക് ലൈസൻസ് ഇല്ല. അങ്ങനെ അതും ഇല്ലാതാക്കി. അപ്പോൾ എന്നെ ഏത് വിധത്തിൽ എപ്പോഴും ആക്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്. കാരണം എൻ്റെ മകൻ പോയ വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, അച്ഛനെ കൊന്നുകളയും, കൈ വെട്ടിക്കളയും, കാല് വെട്ടിക്കളയും എന്ന് പറയുക. ആലോചിച്ച് നോക്ക്. വീട് അടിച്ചു തകർക്കാൻ ശ്രമിക്കുക, സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുക, വണ്ടി തടയുക, ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിജീവിച്ച് പോകാൻ പറ്റിയത് ഈ കോടതിയുടെ പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ കൃത്യമായ ഇടപെടലാണ്. ഓരോരോ കേസുകളും ഇപ്പോൾ ഏതാണ്ട് ഒരു കള്ളക്കേസ്, ഒരു കൗണ്ടർ കേസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ബാക്കി എല്ലാ കേസുകളും എന്നെ കുറ്റപത്രനാക്കി. കേസിലൊന്നും കഥയില്ലെന്നും അത് കണ്ടന്റ് ഇല്ലാത്ത ഫാബ്രിക്കേറ്റഡ് കേസുകളാണെന്നും കോടതി നിരീക്ഷണ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളും, ഇനി ഒരേ ഒരു കേസ്, ഒരു കൗണ്ടർ കേസ്, ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് മാത്രമേ ഉള്ളൂ. അതും ഇതിനകത്ത് ശിക്ഷ ഉള്ളപ്പോൾ ഊഹിക്കാൻ പറ്റുമല്ലോ. അത് ഈ ആക്രമണം നടക്കുമ്പോൾ ഈ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പാർട്ടി സംഘടനാ ചുമതലയുള്ളവർ ആയിരുന്നു. അന്ന് പിന്നെ ഡിവൈഎഫ്ഐയുടെ ചാർജുള്ള സെക്രട്ടറി ആയിരുന്നു, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. ഒന്ന് ബേബി അദ്ദേഹം മൈലം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട കൂടുതൽ ആൾക്കാരും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ്, AIYFിൻ്റെ ഭാരവാഹികളാണ്, CPIയുടെ ഭാരവാഹികളാണ്, RYFിൻ്റെ ഭാരവാഹികളാണ്. എല്ലാം ഉത്തരവാദിത്തപ്പെട്ട എല്ലാ വിവിധ സംഘടനയിൽപ്പെട്ടവരാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. CPMലുള്ളവരുണ്ട്, CPIയിലുള്ളവരുണ്ട്, RSPയിലുള്ളവരുണ്ട് ആണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിസം, അതായത് പൊളിറ്റിക്കൽ ഗുണ്ടായിസം ഇനി പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ അതിനു വേണ്ടിയാണല്ലോ. അത് എൻ്റെ 12 വർഷം പോയി, എനിക്ക് നിരവധി നഷ്ടങ്ങളുണ്ടായി. സാമ്പത്തികമായി എന്നെ തകർത്തു, മാനസികമായി എൻ്റെ ബിസിനസ്സിനെ തകർത്തു, എൻ്റെ ആരോഗ്യത്തെ തകർത്തു, സമാധാനം തകർത്തു. ഇതിനൊക്കെ നമ്മൾ ഇപ്പോഴും നിന്നത് കാരണം കൂടെ നിന്ന പല ആൾക്കാരും കൂറുമാറി. അത് പ്രത്യേകിച്ച് അന്ന് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ പോലും അന്ന് കൂടെ ഈ കോടതിയിൽ കൂറുമാറി എന്നുള്ളത്. ഹോസ്റ്റലായി ഐ വിറ്റ്നസ് ഉൾപ്പെടെ മഹസർ വിറ്റ്നസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 8ഓളം ആൾക്കാർ കൂറുമാറി. അത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്തിരിക്കുന്നവർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ. ഇക്കാര്യത്തിൽ സംഘടനാ നേതൃത്വം ഇടപെട്ടിട്ടില്ലായിരുന്നു. സംഘടനാ നേതൃത്വം ഇപ്പോൾ അതിശക്തമായി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. DC പ്രസിഡന്റും MP ഒക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കോടതി പകർപ്പെല്ലാം അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓസ്ട്രേലിയ അവരുടെ എല്ലാം അതിനകത്ത് കൃത്യമായ മൊഴികളെല്ലാം ഇതിലുണ്ടല്ലോ. അതൊക്കെ കൃത്യമായ നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും നോട്ടീസ് ഉൾപ്പെടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ അന്ന് അഖിൽമാരും അന്ന് താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന അഖിൽമാർ അന്ന് ശക്തനായ യൂത്ത് കോൺഗ്രസിൻ്റെ വക്താവായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ കേസുകളിലെല്ലാം ഒരുപാട് നിരവധി കേസുകളിൽ അഖിൽമാരെ പെട്ടു. ആത്മാർത്ഥമായി അഖിൽമാരെ കൂടെ ഉണ്ടായിരുന്നു. കാരണം പിന്നെ അഖിൽമാരൊക്കെ ഇതിൽ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അഖിൽമാരാറിൻ്റെ പേരിൽ 5ാം പ്രതിയാണ് ഈ കേസിൽ, ഈ കൗണ്ടർ കേസിൽ. അഖിൽമാരാട് എത്രയോ പ്രാവശ്യം അവിടെ വന്ന് കോടതി മുറിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി, ഒരു കള്ളക്കേസാണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ ആ സമയങ്ങളിലാണ് അഖിൽമാരാറൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കളഞ്ഞു. കാരണം സമയം പോകുന്നു, കാര്യം പോകുന്നു, അദ്ദേഹം പാർട്ടിയും വിട്ടു. കാരണം ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോയിരുന്നു. ഒറ്റയ്ക്കായി നമ്മൾ ഈ പറയുന്ന പിണറായി സർക്കാരായിരുന്നല്ലോ, രണ്ട് സർക്കാരുകൾ സമയവും അതിൻ്റെ പ്രോസിക്യൂഷൻ, അവരുടെ സാക്ഷികളെല്ലാവരും കൂറുമാറി. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് സത്യമേ ജയിക്കും, അന്തിമമായി സത്യം ജയിക്കും. അത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പോലീസിനോട് പരാതിപ്പെടാൻ പറ്റില്ല. ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് ആൾക്കാരെ ഈ അധികാരത്തിൻ്റെ മറവിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ആകെ നിൽക്കാൻ പറ്റുന്ന ജുഡീഷ്യറിയുടെ ഒരു തണലല്ലേ ഉള്ളൂ. അതെനിക്ക് ബോധ്യപ്പെടുന്നത് എൻ്റെ ബാക്കിയുള്ള ഓരോരോ കേസുകളും ജയിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്
അന്തിമ വിജയം നീതിന്യായ ഭാഗത്തുനിന്ന് ജുഡീഷ്യൽ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി 12 വർഷം ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം പോയി. അല്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത്രയും വർഷം എന്ന് പറയുമ്പോഴേ 13 നടന്ന സംഭവത്തിന് ഇപ്പോൾ 2024 ആയിരിക്കുന്നു. ഇത്രയും വർഷം പോയി കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ വലിയ എഫർട്ട്, വലിയ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്തൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പിന്നെ ഈ പറഞ്ഞ ഒറ്റപ്പെടലും ഒക്കെ വരുമ്പോൾ എന്നാൽ പോലും ഞാൻ വളരെ തൃപ്തനാണ്. ഞാൻ കോടതി വിധി അങ്ങേയറ്റം അംഗീകരിക്കുന്നു. എനിക്ക് കാര്യങ്ങളിലൊക്കെ, കാരണം ഞാൻ ചിന്തിക്കുന്നത് ഒരു പാർട്ടിയിലും CPM ആയിക്കോട്ടെ, ഈവൻ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു പാർട്ടിയിലും 99% സ്ത്രീകൾ ഉൾപ്പെടെ, അമ്മമാരുൾപ്പെടെ, അതായത് സഹോദരിമാരുൾപ്പെടെ, ഒരാൾ കുഞ്ഞുങ്ങളുൾപ്പെടെ അക്രമം ഇഷ്ടപ്പെടുന്നില്ല. ഈ 1% അക്രമികൾ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി കൊണ്ടുപോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 99% ആൾക്കാർ ഒരു പാർട്ടിയിലും ഒരു തരത്തിലും ഇത്തരം അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാം. കാരണം വലിയ വലിയ അക്രമ സംഭവങ്ങൾ ടീപ്പേഡ് ഉൾപ്പെടെ സ്ഥലത്ത് പിന്നെ ജയിച്ചു വന്ന രമയല്ലേ, KK രമ ജയിച്ചു വടകരയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അത്തരം സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അക്രമത്തിനെതിരെ നിൽക്കുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും അക്രമികളെ ഒഴിവാക്കി അക്രമികളെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഈ 12 വർഷവും പ്രയത്നിച്ചത്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിസം, കാരണം ബാക്കിയുള്ള ക്രിമിനലുകളെ നമുക്ക് തിളയ്ക്കുവാൻ പറ്റും, നിയമപരമായ കാര്യങ്ങൾ വെച്ചോ ആൾക്കാർക്ക് ഒറ്റപ്പെടുത്താൻ പറ്റും. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ നമുക്ക് തിളയ്ക്കുവാൻ പറ്റില്ല. കാരണം അവർക്കൊരു പിൻബലം, ആ പാർട്ടിയുടെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, ആ ഗവേണൻസിൻ്റെ ഒക്കെ ഒരു പിൻബലം അവർക്ക് കിട്ടുവാണ്. അപ്പോൾ അവരെ തിളയ്ക്കണമെങ്കിൽ നിയമപരമായ കാര്യങ്ങളിലൂടെ പറ്റൂ. അത് കോടതി കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും മുഴുവൻ ആൾക്കാരെയും കോടതി ശിക്ഷിച്ചു. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊട്ടാരക്കരയിൽ ഒരു 25-30 വർഷത്തെ കാലഘട്ടത്തിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെയും 307 കേസിൽ ശിക്ഷിച്ചിട്ടില്ല. കോടതി പറഞ്ഞാണ്, അഡ്വക്കേറ്റ്സ് പറഞ്ഞാണ്. ഒരു കൊല്ലം ജില്ലയിൽ പോലും ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടാണ് ശിക്ഷ ഉണ്ടായിരിക്കുന്നത്, അല്ല 307 കേസിൽ. കാരണം കോടതി കണ്ടെത്തിയേക്കുന്ന കോടതി നിരീക്ഷണങ്ങളൊക്കെ ആ 58 പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ നിരീക്ഷണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ? ക്വാണ്ടിറ്റി ഓഫ് എവിഡൻസ് അല്ല, ക്വാളിറ്റി ഓഫ് എവിഡൻസ് ആണ് വേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഒരു സ്റ്റേറ്റ് അഫയേഴ്സ് സുപ്രീം കോടതിയുടെ ഒരു കേസിൽ സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് എവിഡൻസ് അല്ല പ്രധാനം, ക്വാളിറ്റി ഓഫ് എവിഡൻസ് ആണെന്ന്. അപ്പം ഈ 12 പേർ കൂറുമാറിയ കേസിൽ, ഹോസ്റ്റലായ കേസിൽ 1-2 മൊഴികൾ, 4-5 കാര്യങ്ങളുടെ കൃത്യമായ നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പോലീസിൻ്റെ, അല്ലെങ്കിൽ ഡോക്ടറുടെ, അല്ലെങ്കിൽ കൃത്യമായ മൊഴി പറഞ്ഞ ആൾക്കാരുടെ അത്തരം കാര്യങ്ങളിലാണ് കോടതി എടുത്തേക്കുന്നതിനെ. അപ്പോൾ നമ്മൾ ഇത്രയും സ്വാഭാവികമായിട്ടും എന്താണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്രയും പേരെ മൊഴി മാറ്റിയില്ലേ? സ്വന്തം പാർട്ടിക്കാരെ പോലും സ്വാഭാവികമായിട്ടും അത് ആ ഒരു കൃത്യമായ നിരീക്ഷണമൊക്കെ നമ്മൾ ശരിക്കും നെറ്റിലുണ്ട്. ഇപ്പം അത് ഓൺ ദ റെക്കോർഡാണല്ലോ, ആർക്കും എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളിലൂടെ കോടതി കണ്ടെത്തിയേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. ഇങ്ങനെ കാര്യങ്ങളുണ്ടായി. എന്നെ ഈ 26-ാം തീയതി തന്നെ കോടതിയിൽ വാർത്ത പത്രമാധ്യമങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷം എത്രയോ ആൾക്കാർ, എത്രയോ സ്ത്രീകൾ വിവിധ പാർട്ടിയിൽപ്പെടുന്ന, ഈവൻ CPM ഉൾപ്പെട്ടവർ പോലും വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് അവരെ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ, അവരെ ഇങ്ങനെ കേസിൽപ്പെടുത്തി ഇല്ലായ്മപ്പെടുത്തുവാനൊക്കെ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാകണം. കാരണം കയ്യൂക്കിൻ്റെ ബലത്തിൽ പാർട്ടിയുടെ തണലിൽ ആരെയും എന്തും ഏത് അരുംകൊലയും ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കാം എന്നുള്ള ഒരു കാര്യത്തിന് ഒരു അടിവരയിടുന്ന ഒരു തടസ്സം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളെ ഇനി ആവർത്തിക്കുവാൻ പാടില്ലാണത്. ഒരു കർശനമായ താക്കീത് കോടതിയുടെ ഭാഗത്തുനിന്നും കൊടുത്തേക്കാണ്. അത് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയുടെ അത് ഈ 12 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും നമുക്ക് അതിൽ ഏറ്റവും തൃപ്തികരമായി തന്നെ തോന്നുന്നു. കാരണം നമുക്ക് നീതി കിട്ടിയെന്നേ വിശ്വസിക്കുന്നു.
നമുക്ക് ആരെയും ശിക്ഷിക്കുകയോ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നുമല്ല കാര്യം. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എല്ലാവർക്കും ഇതൊരു പാഠമാവണം. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ഒരു പാർട്ടി എന്ന് പറയുന്നില്ല, ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് എനിക്ക് എനിക്ക് സംതൃപ്തി നേടുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദീർഘമായ കാലയളവിൽ ഈ വ്യവഹാര നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഭീഷണിയും ആക്രമണങ്ങളും ഒക്കെയാണ് താങ്കൾക്ക് നേരെ ഉണ്ടായത്? ദിനേശിന് നേരെ പലതവണയും വീട് അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞിരുന്നു. കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ ഭീഷണി ഫോണിൽ കൂടെയും അല്ലാതെ ആൾക്കാർ പല സുഹൃത്തുക്കളിലൂടെയും കേസിൽ നിന്ന് മാറണം. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്ത് ഭീഷണി മുഴക്കി. ഒത്തീർപ്പല്ല ശ്രമിച്ചത്. ഒത്തീർപ്പല്ല, നമ്മൾ മാറിക്കോണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതില്ല. പിന്നെ പലതരത്തിലുള്ള അറ്റാക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകൻ പോയ വണ്ടി തടഞ്ഞു നിർത്തി അച്ഛൻ്റെ കൈ വെട്ടും കാല് വെട്ടും എന്ന് പറഞ്ഞ് എന്തു രാഷ്ട്രീയമുള്ളത്? എങ്ങനെ നമുക്ക് ഒരു പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണോ? കൊലപാതക മാനസികാവസ്ഥയുള്ളവരല്ലേ? ഒരു കുഞ്ഞിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി വിളിച്ച് അച്ഛനെ വെട്ടും, അച്ഛൻ്റെ തല വെട്ടും, കാല് വെട്ടും എന്ന് പറയുന്ന രാഷ്ട്രീയം. ഈ അക്രമ രാഷ്ട്രീയത്തെ നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും പല കാലാകാലങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇന്നിപ്പം ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ആ മഹാനുഭാവൻ്റെ കാര്യങ്ങളെല്ലാം ലോകം മുഴുവൻ എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്ന് സമാധാനമാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു അദ്ദേഹം സന്ദേശം. എൻ്റെ ഈ 12 വർഷം പോയത്, എൻ്റെ ജീവിതത്തിലെ 12 വർഷം പോയത് എൻ്റെ മെസ്സേജ് ഇതാണ്: അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു പാർട്ടിയും. അതിന് കർശനമായ ശിക്ഷാവിധികൾ ഉണ്ടാകണം. ആ ശിക്ഷാവിധികളിലൂടെ മാത്രമേ ആൾക്കാർക്ക് ഭയമുണ്ടാവൂ. അതാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം ആ അഹിംസ, അല്ലെങ്കിൽ നമ്മൾ ഹിംസാത്മക പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറണം. കുടുംബാംഗങ്ങൾ എങ്ങനെയായിരുന്നു ഈ 12 വർഷം ഈ സംഭവങ്ങളോട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരും അല്ലാതെ ഭയപ്പെട്ടോ വീട്ടുകാരൊക്കെ? സ്വാഭാവികമായും ഭയം ഉണ്ടാവുമല്ലോ. അമ്മയ്ക്ക് പ്രായമായിട്ടിരിക്കുന്നു. ഞാനിപ്പം ഇന്ന് അമ്മയെ കണ്ടിട്ടാണ് കൊണ്ട് വരുന്നത്. അമ്മ എന്ത് കണ്ടിരുന്നു കാര്യങ്ങൾ. അമ്മയ്ക്കൊക്കെ വിഷമം. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും നാൾ വിഷമിച്ചു, ഇനി അമ്മമാർക്ക് വിഷമം ഉണ്ടാവില്ല. ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ അവർക്ക് നിൽക്കില്ല ആരും. അതുകൊണ്ട് സമാധാനത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു, എടുത്ത് പറഞ്ഞു. വിഷമമാണിങ്ങനെ, പ്രായമായി വരുന്നുണ്ട്. വീട് കൊട്ടാരക്കരയാണല്ലോ. കൊട്ടാരക്കര. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഈ കേരള കോൺഗ്രസ് ബി അക്കാലത്ത് UDF-ലായിരുന്നോ നടക്കുമ്പോഴും ഗണേഷ് കുമാറും ആർ ബാലകൃഷ്ണനായിട്ടൊക്കെ വ്യക്തിബന്ധം ഉണ്ടായിരിക്കുമല്ലോ, അതേക്കുറിച്ച് ഒന്ന് പറയാം. ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ്. ബന്ധുവാണ്, വളരെ അടുത്ത ബന്ധുവാണ്. ഇപ്പം രാഷ്ട്രീയം വേറെ, ചേരികൾ വേറെ എങ്കിലും അടുത്ത ബന്ധുവാണ്. വിളിക്കാറുണ്ട്, കാണാറുണ്ട്. അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ സംഭവം നടക്കുന്ന ആ സമയത്തൊക്കെ അവർ എപ്പോഴും ബാലകൃഷ്ണ സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു, നിനക്ക് മാത്രം പ്രശ്നങ്ങളാവുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങളിൽ. കാരണം ജാഗ്രതയോടെ പോയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് എനിക്കുണ്ടായത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് കാണാനൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ശ്രദ്ധ കാര്യങ്ങളിൽ. അദ്ദേഹം തന്നെ CPM-ന്റെ വേട്ടയാടലിൻ്റെ ഒരു ഇരയാണല്ലോ. അതെ, അദ്ദേഹം ആ കാര്യം പറഞ്ഞാണ്. ഞാനിപ്പോൾ അത് പറയാനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടിയ വ്യക്തിയാണ്. നിലവിൽ പാർട്ടിയിലുള്ള നിരവധി പേരെ അന്നും ഈ പറയുന്ന CPM സംവിധാനം തല്ലിച്ചതച്ചിരുന്നു. ഒക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയാണ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും പിന്തുണ വന്ന ആൾക്കാർ. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്തമായ ചേരികൾ നിൽക്കുമ്പോൾ പോലും നമ്മളെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് കാര്യങ്ങൾ. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി അന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളോടൊക്കെ തന്നെ? ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരുമോ, കണ്ണിൽ വരുമോ അദ്ദേഹത്തിൻ്റെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. വന്നിട്ട് ഇങ്ങനെ കയ്യിലോട്ട് ചേർത്ത് പിടിക്കുക. അദ്ദേഹത്തിന് അന്ന് വഴിയെ മൊത്തം തടയുന്നൊരു സമയമാണല്ലോ. ഫുൾ പോലീസും കാര്യങ്ങളുള്ള സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാണണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ തിരുവഞ്ചൂർ അന്നത്തെ ആഭ്യന്തര വകുപ്പ് വന്നിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തല എത്തിയിരുന്നു, സിദ്ദീഖ് എത്തിയിരുന്നു, PC വിശ്വനാഥ് വന്നു, മുഴുവൻ നേതാക്കന്മാർ, ബിന്ദുകൃഷ്ണൻ ഉൾപ്പെടെ, DC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബലറാം എത്തിയിരുന്നു. ഇങ്ങനെ എത്രയോ കണ്ടറിഞ്ഞ് വരാത്ത പാർട്ടിക്കാരില്ല. ഞാൻ പറഞ്ഞത് എല്ലാ പാർട്ടിക്കാരും, എൻ്റെ സൂര്യനാട് ഉൾപ്പെടെ എല്ലാം, നമ്മുടെ കൊല്ലത്തെയും സംസ്ഥാന നേതാക്കൾ എല്ലാവരും എത്തിയിരുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഇത്തരം കേസുകളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മൻചാണ്ടി വളരെ ശക്തമായി അവർക്കൊപ്പം നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം എന്തായിരുന്നു? ലിജു ഉൾപ്പെടെ എല്ലാവരും എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നമുക്കത് വിളിക്കുമ്പോൾ ഓരോരുത്തരെയും അദ്ദേഹം വിളിക്കുന്നൊരു വിളിയുണ്ട്. SP ഒക്കെ വിളിച്ച് കാര്യങ്ങൾ ഓരോരുത്തരെയും പറയുന്ന, കൂടെ നിൽക്കണമെന്ന് പറയുന്ന, ചേർത്ത് നിർത്തി പറയുന്ന, അങ്ങനെ നമുക്കത് വലിയൊരു അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ
വലിയ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. എപ്പോഴും എന്നും രാവിലെ വിളിക്കും, എല്ലാ ദിവസവും രാവിലെ വിളിക്കും. നിങ്ങൾ ശരി എന്തുകൊണ്ട് ഒക്കെ വിളിക്കുന്നത്, വൈഫിനെ വിളിക്കും, അദ്ദേഹത്തിൻ്റെ വൈഫ് വിളിക്കും. ഇത്രയും വിളിച്ച് കൃത്യമായ മോണിറ്ററിങ്ങും കൃത്യമായ കാര്യങ്ങളും നമുക്ക് അതൊന്നും മറക്കാനൊക്കില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ഒരു ആ കാര്യത്തിൽ ആ വിഷയത്തിൽ ഇടപെട്ട ഒരു രീതി മുഖ്യമന്ത്രി എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, അതിനുപരി ഒരു എല്ലാ ദിവസവും കൃത്യമായി വിളിക്കുമായിരുന്നു. രാവിലെ വിളിച്ച് കാര്യങ്ങൾ അങ്ങനെ. അത് പൊതുവെ അപൂർവമാണെന്ന് കേട്ടു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിപ്പെട്ട ആർക്കെന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അദ്ദേഹം വളരെ നേരിട്ട് വ്യക്തിപരത്തിൽ ഇടപെടുന്നുണ്ട്. നേരിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പറഞ്ഞ വാക്ക് നേരിട്ട് ഒരു മുഖ്യമന്ത്രി നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നേരിട്ട് നമുക്ക് ഹൃദയത്തെ തട്ടുന്ന, നമുക്ക് എപ്പോഴും അതാണ് ഞാൻ ഓർക്കുന്നത്. കാര്യങ്ങൾ ഞാൻ ഈ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വാക്കിലിടർന്നു അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ. അത്ര കാര്യങ്ങൾ സഹായം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. തിരുവഞ്ചൂരിനെയൊക്കെ വിടുന്ന പുള്ളിയാണ്. തിരുവഞ്ചൂർ ഞാൻ നിൽക്കുമ്പോഴാണ് ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് തിരുവഞ്ചൂരിനെ വിളിച്ച് കൃത്യമായി ചെന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. അതൊക്കെ ഒരു അപൂർവ നേതാവാണ് അദ്ദേഹം. തീർച്ചയായും നമുക്ക് അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരാളിനുമായിട്ടും എല്ലാവരും നമുക്ക് നമ്മളത് പറഞ്ഞു വരുമ്പോൾ പിന്നെ ദിനേശിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ദിനേശ് അടിസ്ഥാനപരമായി എഞ്ചിനീയറാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. TKM-ലായിരുന്നു ബിടെക് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു? അതിനുശേഷം എനിക്ക് പല സ്ഥലങ്ങളിൽ ജോലിയായിരുന്നു. ഓട്ടോമൊബൈൽ ഫീൽഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങൾ വെളിയിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടിൽ ഈ പറയുന്ന പല മാരുതി, സുസുക്കി, TVS, മഹീന്ദ്ര, അങ്ങനെ നിരവധി കമ്പനികളിൽ ഇൻഡസ് മോട്ടോഴ്സ് ഉൾപ്പെടെ, മരിക്കാർ മോട്ടോഴ്സ് ഉൾപ്പെടെ, HML ഉൾപ്പെടെ, അങ്ങനെ നിരവധി കമ്പനികളിൽ സർവീസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ കൊട്ടാരക്കരയിൽ സ്ഥാപനം തുടങ്ങിയത്. ഞാൻ 95 കൊട്ടാരക്കര സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്ത് സ്ഥാപനമാണ് കൊട്ടാരക്കര നടത്തുന്നത്? അന്ന് കൊട്ടാരക്കര മാരുതി ടെക്നം സ്ഥാപനമായിരുന്നു. ഇപ്പോൾ ഞാൻ 2004 ചെങ്ങമനാട്, കൊട്ടാരക്കര ചെങ്ങമനാട്ടിൽ മംഗലശ്ശേരി മോട്ടോർ കമ്പനി സ്ഥാപനം നടത്തുന്നുണ്ട്. 30-30 പേരുടെ കൂടെ സ്റ്റാഫുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പം പൊതുവേ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ എതിരാളി ഇവർ ഒക്കെ വരുമ്പം അവർ ആ സ്ഥാപനത്തെ നടത്തിപ്പിനൊക്കെ തടസ്സപ്പെടുന്ന രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ ഒരു മനസ്സിൻ്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് കൊണ്ടുപോയത്. ഈ നമ്മളെ വലിയ ഫ്ലറിഷ് ചെയ്ത് വലിയ 30-40 സ്റ്റാഫുകളുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. നമ്മൾ അതിനെയൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ബിസിനസ്സിനെ ബാധിച്ചിരുന്നു. കാര്യങ്ങൾ വളരെയധികം ബാധിച്ചിരുന്നു. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തു. ഇടതു മുന്നണിയിൽ തന്നെ ഈ മറ്റ് ഘടകകക്ഷികളെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ CPI എല്ലാം ഉണ്ടെന്ന്. കൊല്ലത്ത് തന്നെ CPIയുടെ ഒരുപാട് പ്രമുഖരായ നേതാക്കളൊക്കെ ഉള്ളതാണ്. RSPയുടെ ഈറ്റില്ലം കൊല്ലം തന്നെയാണ്. അതിൻ്റെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇടപെടുകയോ ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു? ഒത്തുതീർപ്പിന് നിരവധി ആൾക്കാർ ശ്രമിച്ചിരുന്നു. ഒത്തുതീർപ്പിന് തീർച്ചയായും ശ്രമിക്കുമല്ലോ. ഒരു കേസിന് ഞാൻ ഉറച്ച നിലപാടിലൂടെ പോകുമ്പോൾ, എൻ്റെ നിലപാടുകൾ ശരിയെന്ന് വിശ്വസിച്ച് ഞാനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പോകുമ്പോൾ അതിനെ പുറകോട്ട് അതിനെ മാറ്റാനും ഒത്തുതീർപ്പാക്കി സെറ്റിൽ ചെയ്യാനും പല പ്രലോഭനങ്ങളും പല ഓഫറുകളും എനിക്ക് വന്നിരുന്നു. അതൊന്നും ഞാൻ തൽക്കാലം അതൊക്കെ വളരെ സൗഹൃദപൂർവ്വം വീട്ടിൽ വന്ന ആൾക്കാരുടെ അടുത്ത് വളരെ സന്തോഷത്തോടെ നിരസിച്ചു. വളരെ വലിയ നേതാക്കന്മാർ വന്നിരുന്നു. വലിയ നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട അവരുടെ പാർട്ടിയിലെ വലിയ നേതാക്കൾ എത്തിയിരുന്നു. ഒന്ന് സെറ്റിൽ ചെയ്യണം, ഇത് രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ലേ. ഞാനത് പറഞ്ഞതാണ്. ഇത്തരം നമ്മൾ ഈ പറയുന്ന നിസ്സാരമായി ഇതിനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് വീണ്ടും ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കുന്നത്. നോക്കൂ, 2013 ജൂലൈ 12 ശേഷം കൊട്ടാരക്കരയിലോ ആ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഇതിന് ശേഷം. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനെടുത്ത ആ പറയുന്ന എഫേർട്ടിന്, ഞാനെടുത്ത ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ടായി അതിനെ കാണുന്നത്. 2013 ശേഷം കൊട്ടാരക്കരയോ പ്രദേശങ്ങളിലോ കൊല്ലം ജില്ലകളിലോ ഒരു പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, ഒരു പാർട്ടിയുടെയും. അപ്പോൾ എന്താണ് ഈ കേസിൻ്റെ ഒരു നമ്മൾ വേദന അനുഭവിച്ചെങ്കിലും അക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ വലിയ നഷ്ടങ്ങളുണ്ടായി. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായി, ഒക്കെ ഉണ്ടായി. പക്ഷേ അതിന് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഇതാണ്. ഒരു അക്രമ സംഭവങ്ങളും മറ്റേത് ഏത് പ്രകടനം നടക്കുമ്പോഴും പാർട്ടി ഓഫീസിന് മുന്നിൽ ഒരു 2 വണ്ടി പോലീസ് വേണമായിരുന്നു. ഇപ്പോൾ അതില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അക്രമ സംഭവങ്ങൾ വളരെ കുറഞ്ഞു. മറ്റേത് എന്ത് ചെറിയ പ്രശ്നങ്ങൾക്കും ചെറിയ പ്രകടനങ്ങൾക്കും പാർട്ടിക്കാർ ആക്രമിക്കപ്പെടുമായിരുന്നു. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM, BJP, കോൺഗ്രസ് എന്തോ ആയിക്കോട്ടെ, CPI എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഒരുപാട് കുറഞ്ഞു. പൊളിറ്റിക്കൽ ഈ പറയുന്ന ഇഷ്യൂസിലുണ്ടാകുന്ന അടിപിടികൾ വളരെ
ആ പ്രദേശങ്ങൾ എൻ്റെ പ്രദേശമായ കൊട്ടാരക്കരയും ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ കോളേജിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഘർഷങ്ങളല്ലാതെ, കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളല്ലാതെ വലിയ ഒരു കോൺഫ്രണ്ടേഷൻ, ഒരു കോൺഫ്ലിക്റ്റ്, ഒരു CPM കോൺഗ്രസ്, CPM BJP ഇതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണോ അതോ വിദേശത്ത് നിന്നൊക്കെ മടങ്ങിയതിന്? ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലായിരുന്നു. ഞാൻ 90കളിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും 91 കോളേജ് ചെയർമാനുമായിരുന്നു. TK എഞ്ചിനീയറിംഗ് കോളേജിൽ KSUവിൻ്റെ. അങ്ങനെയാണ് വന്നത്. അന്ന് ബാലഗോപാൽ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒന്ന് കോളേജിൽ വന്നിട്ടുണ്ട്. വളരെ സൗഹൃദം അദ്ദേഹമായിട്ടും ഉണ്ടായിരുന്നു അന്ന്. കേസിൽ കൂടെ തന്നെയാണ്? ഞാൻ കേസിലൂടെ തന്നെ വന്നതാണ്. അദ്ദേഹം ഒന്ന് കോളേജിൽ വന്ന സമയത്തൊരു ചെറിയൊരു ഇഷ്യൂസ് പോലും ഉണ്ടായിട്ടുണ്ടെന്ന്, അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ കോളേജിൽ TK വന്നപ്പോൾ. അങ്ങനെ കോളേജിൽ അങ്ങനെ KSUവിലൂടെ തന്നെ വന്നത്. ഈ പലപ്പോഴും CPM നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ തന്നെ കേസിൽ പ്രതികളാകുമ്പോഴൊക്കെ തന്നെ കേസ് നടത്താൻ പാർട്ടി തന്നെ മുൻകൈ എടുക്കുക, അവർ വക്കീലിനെ വയ്ക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയാണ്. സാധാരണ കോൺഗ്രസിലും BJPയിലൊന്നും അങ്ങനെയുള്ളത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഇത് ഒരു വലിയൊരു ഭാരിച്ച പണച്ചിലുള്ളൊരു പരിപാടിയാണല്ലോ. ഇത്രയും വർഷം കേസ് നടത്താമെന്ന് പറയുമ്പോൾ കോടതി. തീർച്ചയായും ആദ്യ സമയത്ത് തന്നെ നമ്മൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നമ്മൾ ഇംപ്ലീഡ് ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ ഭാഗം കേട്ടിട്ടേ കാര്യങ്ങളാകും അന്ന് കൊടുത്തിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് കേസിൻ്റെ തുടക്കം മുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോയിരുന്നു കാര്യങ്ങളെക്കുറിച്ച്. കാരണം അല്ലെങ്കിൽ ഈ കേസ് ഈ വഴിക്ക് എത്തില്ലല്ലോ. ഈ കേസൊക്കെ എന്നേ ആവിയായി പോയെന്നെ. കേസ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും. ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം നടത്തിയ കേസുകൾ, ഈ പറഞ്ഞ 26ഓളം കേസുകൾ എന്നെ പ്രതിയാക്കപ്പെട്ടു. ഒരു പെറ്റി കേസ് പോലും ഇല്ലായിരുന്നു ഞാൻ. ഒന്നാമത്തെ കേസ് FIR നമ്പർ 1770, അതാണ് തുടക്കം. അന്ന് മുതൽ 2024 വരെ, 2023 വരെയും കേസിൻ്റെ പ്രഭാവമായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള കേസുകളാണ് സാധാരണ? ഈ തോക്കിൻ്റെ വിഷയം. എനിക്കൊരു തോക്കുണ്ടായിരുന്നു. ആ തോക്കും എനിക്ക് ഗൺ ലൈസൻസ്, എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി അന്ന് എനിക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. എന്നെ വെട്ടും കൊല്ലും എന്നൊക്കെ സോഷ്യൽ മീഡിയ മുഴുവൻ അന്ന് ഭീഷണിയായിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്ത് എനിക്ക് ഗൺ ലൈസൻസ് ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു, റിവോൾവർ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ 9 മാസം ശേഷം ഈ കേസിൻ്റെ പേരിൽ അത് ലൈസൻസ് റദ്ദ് ചെയ്തു. ആ ലൈസൻസ് ഇല്ല എന്ന് കൃത്യമായി കൃത്യമായി പോലീസിനാണല്ലോ ഏറ്റവും ആദ്യം അറിയാവുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പിന്നല്ലേ അറിയുന്നത്. ആദ്യം ആ കാര്യം കൃത്യമായി അറിയാവുന്ന കൊട്ടാരക്കര പോലീസിന് അല്ലെങ്കിൽ റൂറൽ പോലീസിന്, പോലീസ് ചീഫിന് കൃത്യമായി അറിയാവുന്ന, എന്നിട്ട് കൂടി എൻ്റെ തോക്കുണ്ട്, ഞാൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പറഞ്ഞ് കേസുണ്ടാക്കി എൻ്റെ വീട് റെയ്ഡ് നടത്തി. ഞാൻ മാസങ്ങളോളം ഞാൻ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. സുപ്രീം കോടതി പോയാണ് ആ കേസ് ഞാൻ കൂടിയത്. ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരിക്കും അടുത്ത കേസ്. ലൈസൻസ് ഇല്ലാത്ത തോക്കെന്നും പറഞ്ഞ് ഒരു തരത്തിലും ജീവിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കേസിനൊക്കെ സുപ്രീം കോടതി പോയിട്ട് വരണമെങ്കിൽ എത്ര പണച്ചെലവ്, എത്ര അതൊക്കെ തീരാൻ ഏതാണ്ട് 2-2.5 വർഷം എടുത്തു. എത്രയോ നാളെ മാറി നിൽക്കുമായിരുന്നു. ഹൈക്കോടതി പിന്നെ കൃത്യമായ ഫൈൻഡിങ്, അത്തരം കാര്യങ്ങൾ അടുപ്പിച്ച് എനിക്കെതിരെ കള്ളക്കേസുകളുണ്ടായി. ആ സമയത്ത് ഹൈക്കോടതിയിൽ ഫൈൻഡിങ്, ഹൈക്കോടതിയുടെ പിന്നെ ജസ്റ്റിസ് P. സോമനാഥൻ്റെ ബെഞ്ചിൽ ഞാനത് വാക്ക് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇത്തരം കള്ളക്കേസുകൾ ഒരു വ്യക്തിക്കെതിരെ ഗൂഢാലോചന നടത്തി എടുക്കാൻ പാടില്ല എന്ന് പോലീസ് ചീഫിനെ വിമർശിച്ചുകൊണ്ട് ആ ഓർഡറിൽ ഉണ്ട്. അങ്ങനെ ഉണ്ട് അതിൽ ഓർഡറിൽ. അപ്പം ആലോചിച്ച് നോക്കുക. അതിനുശേഷമാണ് കേസിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു തുടങ്ങിയത്. കള്ളക്കേസിലെടുത്താൽ അന്ന് SP പ്രതിയാക്കിയിരുന്നു. അന്ന് ഞാൻ SP ആണ് പ്രതിയാക്കിയത്. കാരണം എനിക്കെതിരെ അടുപ്പിച്ച് കേസുകൾ വരുന്നു. SHOമാരിട്ടാലും റൂറൽ SP അറിയാത്ത കേസ് വരില്ലല്ലോ. ഞാൻ ഒരു ക്രൈമിൽ ഇൻവോൾവ് ചെയ്യാത്ത എനിക്കെതിരെ അടിക്കടി കേസുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എപ്പോഴും ഞാൻ റൂറൽ പോലീസ് ചീഫിനെ പ്രതിയാക്കി കേസെടുത്തു. ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ആ ഹൈക്കോടതി ഉത്തരവിലാണ് പറഞ്ഞേക്കുന്നത്. SP-യുടെ പേരിൽ SP വിമർശിച്ചുകൊണ്ടാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം കേസിൻ്റെ വോളിയം ഒന്ന് കുറഞ്ഞിരുന്നു. കാരണം ഏത് കേസ് അങ്ങേ അറ്റം വരെ സുപ്രീം കോടതി വരെ പോകുമെന്ന് എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരു കേസിൽ അവസാനം വരെ എൻ്റെ നിരവധി സ്ഥലങ്ങൾ, എൻ്റെ തോട്ടങ്ങൾ ഉൾപ്പെടെ ഞാൻ പലതും വിറ്റ് നശിപ്പിച്ചു. വിറ്റ് കളഞ്ഞു. എനിക്ക് കളയേണ്ടി വന്നു. വിൽക്കേണ്ടി വന്നു. എൻ്റെ നിരവധി കണ്ണായ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. എനിക്ക് കണ്ണായ പ്രദേശങ്ങളും കാര്യങ്ങളും വീടുകളൊക്കെ ഞാൻ വിറ്റിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അതാണ് ഇവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സമ്പത്ത് വലിയ ഘടകമാണല്ലോ. സമ്പത്തില്ലെങ്കിൽ കോടതി, സുപ്രീം കോടതി ഒന്നും സമീപിക്കാൻ പറ്റില്ല. നമുക്ക് ഡൽഹിയിൽ പോകണം, അല്ലെങ്കിൽ നമ്മളൊക്കെ പോകണം, യാത്രയൊക്കെ വലിയ കാര്യങ്ങളല്ലേ. അത് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്താണ് ഓരോ കേസുകളും ജയിപ്പിച്ച് വന്നിട്ടുള്ളത്. കൂടെ നിന്ന് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളും നമ്മുടെ സ്വന്തമായ പലതും നമുക്ക് വിറ്റ് നശിപ്പിക്കേണ്ടി വന്നു. ഇതെല്ലാത്തിൻ്റെയും തുടക്കം ഇതാണ്. ഈ കേസാണ്. ഈ കേസ്, ഞാൻ ഈ പറഞ്ഞ ഈ കേസാണ് ഇതിൻ്റെ എല്ലാം ആധാരം.
എല്ലാവരും ഓടിയപ്പോൾ നമ്മൾ ഓടിയില്ല എന്നുള്ളതായിരുന്നു. എല്ലാവരും ഓടിയില്ല, നമ്മൾ പിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, സെറ്റിൽമെൻറ്റിന് വഴങ്ങിയില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല, ഇത് പൊളിറ്റിക്കൽ സംവിധാനമല്ലേ. ആ പൊളിറ്റിക്കൽ കേസിൽ ഞാൻ ഒട്ടും ഈൽഡ് ചെയ്തില്ല എന്നുള്ളതാണ് എന്നെ ബാക്കിയുള്ള സകല കേസുകളിലും കുരുക്കാനുള്ള കാരണം. ഒരു മനുഷ്യൻ ഇത്രയും ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സങ്കല്പത്തിനപ്പുറമാണ്. പലപ്പോഴും രാഷ്ട്രീയ കേസിൽ സംഭവിക്കാറുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നതോളം ആരും പ്രതികരിക്കുന്നില്ല. ആരും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നിയമപരമായി പറ്റുമല്ലോ. നമ്മൾ ആശയപരമായ പ്രതിരോധമല്ലേ വേണ്ട പാർട്ടികൾക്ക്. ആശയപരമായ പ്രതിരോധം അതിന് പകരമായിട്ട് കായികമായി പ്രതിരോധിക്കുകയാണ്. ആശയപരമായി നമ്മളെ ഒരു സംവാദത്തിനോ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ തയ്യാറാകാതെ വീടടിച്ച് തകർക്കുക, കയ്യും കാലും അടിച്ചൊടിക്കുക, തല്ലിപ്പൊളിക്കുക, ഇതാണ് പോരാട്ടം. കായികമായ കാര്യങ്ങളല്ലല്ലോ നമുക്ക് വേണ്ടേ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആശയപരമായി തീരേണ്ടതല്ലേ. ഇനിയുള്ള വരും സമയങ്ങളിലൊക്കെ നമുക്ക് ചെറുപ്പക്കാരെല്ലാം ഈ രാഷ്ട്രീയം കൂടുതലായിട്ട് അതിലേക്ക് വരുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? അവർ ഈ പറയുന്ന അക്രമങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈനിൽ കാര്യങ്ങളിലൊക്കെ ഈ ചെറുപ്പക്കാരുടെ കമൻസ് ഉണ്ട്, കുട്ടികളുടെയും ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെയൊക്കെ കമൻസ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഇത്തരം കാര്യങ്ങളെ ഒട്ടും അംഗീകരിക്കുന്നില്ല. ഇനി വരും സമയങ്ങളും എന്താണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വലുതാക്കുന്ന, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പുത്തൻ ആശയങ്ങളുള്ള സംവിധാനങ്ങളോട് മാത്രമേ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടൂ. എനിക്ക് തോന്നുന്ന രാഷ്ട്രീയം അങ്ങനെയാണ്. ഇനി ഇതൊക്കെ കാലഹരണപ്പെട്ടതാണല്ലോ, ഈ അക്രമ രാഷ്ട്രീയം കാലഹരണപ്പെട്ടത് എല്ലാം അത് പറഞ്ഞത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന രാഹുൽജിയുടെ പറഞ്ഞ ഒരു ആൾക്കാരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയങ്ങളെ ഇനി പറ്റൂ. അല്ലാതെ നമ്മൾ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളും കാലഹരണപ്പെട്ട ഗുണ്ടായുസവും കാലഹരണപ്പെട്ട അക്രമമൊക്കെ വെച്ചുകൊണ്ട് അധികം നാൾ ഒരു പാർട്ടിക്കും പോകാൻ പറ്റില്ല. CPM ഒക്കെ അതിൽ നിന്ന് എന്നേ മാറേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്നലെ തന്നെ അവിടെ SFI AISF സംഘർഷം എന്ന് പറഞ്ഞ പ്രകടനം വരുന്നുണ്ട്. ഞാൻ വണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രകടനം നടന്നു പോകുന്നുണ്ട്. ഇന്നലെ ഈ കോടതി വിധി വന്നതിൻ്റെ പിന്നാലെ നമുക്കതിൽ എന്തെങ്കിലും ഭീഷണി അതിക്രമം? കോടതി വിധി വന്നതിൻ്റെ പിന്നാലെ ഈ പറഞ്ഞ മാതിരി വലിയ ആൾക്കൂട്ടവും ബഹളവും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വലിയൊരു കാര്യങ്ങളുണ്ടായിരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ, പോലീസ് വന്നിരുന്നു. ഞാൻ പോലീസ് വണ്ടികൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. പോലീസ് പ്രൊട്ടക്ഷന് വണ്ടികൾ എന്നെ ഒന്ന് അതിനെ അറിയിച്ചിരുന്നു. പോലീസ് പ്രൊട്ടക്ഷനുണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തോട്ടെ. ഈ ചെയ്തതിൻ്റെയാണ് റിസൾട്ട് ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷനിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന കാരണം ആ കോടതി വിധി വന്നതിന് ശേഷം നിരവധി ആൾക്കാരുടെ ചെറുപ്പക്കാരാണ് എന്നെ വിളിച്ച് ഞങ്ങൾ കൂടുണ്ട് എന്ന് പിന്തുണ തരുന്നത്. അക്രമത്തിനല്ല, ഞങ്ങൾ കൂടുണ്ട്. ആ തരത്തിൽ ആശയപരമായി നമ്മളോട് നിൽക്കുകയാണ്. എൻ്റെ നിലപാട് അംഗീകരിക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്നെ പൂർണ്ണ വിശ്വാസമുള്ള, ഞാൻ ഇതുവരെ എടുത്ത നിലപാടുകൾക്ക് ആ കാര്യങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവർ എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ കരുത്ത് പോരെ. അല്ലാതെ പോലീസ് വലയത്തിൽ നമുക്ക് എന്നും പോകാൻ പറ്റുമോ? ഞാനിന്ന് ഇവിടെ വന്നു പോലീസ് പ്രൊട്ടക്ഷൻ നടക്കാൻ പറ്റുമോ എനിക്ക്? അപ്പോൾ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനെ. കാരണം നമ്മൾ ആശയപരമായ പ്രതിരോധം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇങ്ങനെ പല ഭാഗത്തും ആൾക്കാർ കാര്യങ്ങളെ പ്രതിരോധിച്ചാൽ ഇത്തരം അക്രമങ്ങൾ എന്നേ തീർന്നേനെ. എൻ്റെ 12 വർഷം പോയി. എനിക്ക് മുന്നേ പലർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ ഈ കാര്യം ഇതേമാതിരി ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു ചതിവായിരുന്നല്ലോ. എൻ്റെ അമ്മ എന്നോട് ഇന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങളിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ കാണിക്കുന്ന തെറ്റ്, ഞാൻ പിന്നെ പൊതുസമൂഹത്തോട് ഞാൻ ചെയ്യുന്ന ഒരു വീണ്ടും തെറ്റ്, അതൊക്കെ ഞാനിപ്പോഴും കാണുന്നത്. എനിക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും എനിക്ക് തരണം ചെയ്യാൻ പറ്റിയത് ദൈവികമായ കാര്യങ്ങൾ, ഒരു കരുത്ത്, കുടുംബത്തിൻ്റെ കരുത്ത്, പിന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാനെടുക്കുന്ന നിലപാടുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വലിയ കരുത്തും പ്രോത്സാഹനം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ സുഹൃത്തായ അഖിൽമാരാർക്ക് ഇത് സംഭവിച്ചല്ലോ. അദ്ദേഹം പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ എത്ര കേസും എന്തെല്ലാം പ്രശ്നങ്ങളായി, എത്രയോ കേസുകൾ അഖിൽപ്പെട്ടു. അടുപ്പിച്ച് 6-7 കേസ് അഖിൽപ്പെട്ടു. അഖിലൊക്കെ സമയം ശരിയായതുകൊണ്ട് രക്ഷപ്പെട്ട് അഖിൽ എപ്പോഴും വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. ഇന്നലെ സംസാരിച്ചിരുന്നു കാര്യങ്ങൾ. അഖിലിൻ്റെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, അഖിൽ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അഖിലൊക്കെ ഈ പറയുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ച വ്യക്തി അഖിലും. പക്ഷെ ഒരു സമയത്ത് അഖിൽ പിന്നെ കളഞ്ഞു.
അഖിൽ കളഞ്ഞ അഖിൽ വേറെ ഫീൽഡിലേക്ക് എത്തി. അഖിൽ മേഖലയിലാണല്ലോ അത്. വേറെ മേഖലയാണ്, പൊളിറ്റിക്സൊക്കെ വിട്ടു. വളരെ വ്യക്തമായി വളരെ വിജയിച്ച ഒരു മേഖലയിൽ നിൽക്കുകയാണ് അഖിൽ. അപ്പോൾ അത് വളരെ വളരെ മിടുക്കനാണ്, വളരെ മിടുക്കനാണ്. കാരണം നന്നായി സംസാരിക്കാൻ അറിയാം, ബുദ്ധിപരമായ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ അറിയാം എന്ന വ്യക്തിയാണ് പുള്ളി. എനിക്ക് ഞാനുമായിട്ട് വളരെ അടുപ്പത്തിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും പിന്നെ ഇപ്പം ഫോണിലൂടെ ബന്ധങ്ങളേ ഉള്ളൂ, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായ മേഖല കണ്ടെത്തി ആ മേഖലയിൽ ടോപ്പാകാൻ പറഞ്ഞു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പൂർണ്ണ വിജയിച്ചു. മിടുക്കനാണ്, മിടുക്കൻ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ ഇനി അങ്ങോട്ട്? ഭാവി പരിപാടികൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം, ഒരു പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു, നമ്മുടെ ഒരു സമയം കഴിഞ്ഞു. ഇനിയും ഇത്തരം കാര്യങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ, അതായത് ഇങ്ങനെ പ്രതികരണശേഷിയുള്ള ആൾക്കാരുണ്ടാവണം, ആശയപരമായി പ്രതിരോധിക്കാൻ കഴിവുള്ളവർ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആവശ്യം. അങ്ങനെ ഉണ്ടായാൽ കേരളത്തിൽ നല്ല ഒരു സ്ഥലത്തും സംഘർഷങ്ങളുടെ സംവിധാനം ഉണ്ടാകത്തില്ല. ആശയപരമായ സംവാദങ്ങൾ, ആശയപരമായ പോരാട്ടങ്ങൾ ആൾക്കാരിലേക്ക് എത്തി ചെറുപ്പക്കാർ ഉൾപ്പെടെ ആകർഷകരായി പ്രസ്ഥാനങ്ങളിലേക്ക് എത്തും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാർ എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ മാതൃകാപരമായി തന്നെ ഈ കേസ് നടത്തി ഇപ്പോൾ ഏതായാലും അതിൻ്റെ പ്രതികൾ ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശം തന്നെയാണ്. നമസ്കാരം.